യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അതോ ആ മേനോന്റെ വാക്കേട്ട് ആരുടെയെങ്കിലും വാക്കിൽ വീണ് ഞാനത് ചെയ്യുമെന്ന് ദാസിന് തോന്നുന്നുണ്ടോ? മേനോൻ അങ്ങനെ ഒരു വഴിയെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോ ഞാനൊന്ന് ആലോചിച്ച് നോക്കി. 40 ലക്ഷം രൂപയ്ക്ക് വീട് പണയം വെച്ചാൽ താങ്ങാനാകാത്ത ഇൻട്രസ്റ്റ് വരും. അതടയ്ക്കാതാവുമ്പോ നോട്ടീസും ജപ്തിയൊക്കെ ആയിട്ട് നാണക്കേടും നഷ്ടവും മാനഹാനിയും മാത്രമായിരിക്കും ഫലം. വിൽക്കുമ്പോ അപ്പോഴത്തുള്ളൊരു വിഷമവും നാട്ടുകാരുടെ ചോദ്യങ്ങളും നേരിടണം എന്നല്ലേ ഉള്ളൂ. രഘുവിന്റെ കടം വീട്ടിൽ തന്നെയും വലിയൊരു തുക കയ്യിൽ തന്നെ ഉണ്ടാവും. അതും വെച്ച് തൊടിയുടെ തെക്ക് ഭാഗത്ത് 3 സെന്റില് ചെറിയൊരു വീട് വെക്കണം. ബാക്കി തുക മഞ്ചാടിമോൾക്ക് വേണ്ടി നീക്കി വെക്കുകയും ചെയ്യാം. അണ്ണനെ അങ്ങനെയൊക്കെ ആലോചിക്കാനും തീരുമാനിക്കാനുള്ള ശക്തി ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലതെന്നേ ഞാൻ പറയും. പക്ഷേ പഞ്ചരത്നം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്ന ദിവസം അണ്ണൻ നെഞ്ചു പൊട്ടി വീഴരുത്. ഇല്ല ദാസ്, ചില യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ഉൾക്കൊണ്ട് തന്നെയല്ലേ പറ്റൂ. വീടും സ്വത്തും ഒന്നുമല്ല വലുത്. മനുഷ്യനും മനുഷ്യന്റെ ജീവനും നിലനിൽപ്പിനും വേണ്ടി അവന് ഉണ്ടാക്കിയതൊക്കെ നഷ്ടപ്പെടുത്താം. എനിക്ക് രഘുവിന്റെ കാര്യത്തിൽ നല്ല പേടിയുണ്ട്. നഷ്ടവും അപമാനവും ഒന്നും സഹിക്കാതെ അവൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്നാ എന്റെ പേടി. അവൻ എനിക്ക് രക്ഷിക്കണം ദാസ്. എന്റെ കാലശേഷം എന്റെ മക്കൾക്ക് അവരുടെ സങ്കടങ്ങൾ വന്ന് പറയാനും അല്പനേരം വിശ്രമിച്ചിട്ട് പോവാനും എനിക്ക് പകരം അവന്റെ തണലുണ്ടാവണം.